ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ചിനെ ഒരു വ്യത്യസ്തമായിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ? അധികം പച്ചക്കറികളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം പെട്ടെന്നൊരു സാമ്പാർ കഴിക്കാനായിട്ടാണെങ്കിൽ വല്ലാത്തൊരു പൂതി. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് വെറും പരിപ്പ് വെച്ചിട്ട്, പരിപ്പ് മാത്രം കൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നമുക്ക് സൂപ്പറായിട്ട് അടിപൊളി പരിപ്പ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഈ വീഡിയോസ് മുഴുവനായിട്ട് എല്ലാവരും കാണുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി സാമ്പാർ, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത സാമ്പാറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടേ ഞാൻ ഇവിടെ ചുവന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു 250 ഗ്രാം ചുവന്ന പരിപ്പ്. അതായത് നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേണ്ടെങ്കിൽ പരിപ്പ് കുറച്ചാൽ മതി. ഇത് നമ്മുടെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ്. കൂടുതൽ പച്ചക്കറികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നല്ല പഴുത്ത തക്കാളി 2 നീളത്തിൽ, അതായത് ഒരു തക്കാളി 4 പീസാക്കി അരിഞ്ഞതും, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3-4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക, കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതൊരു 5-8 പീസ് മുഴുവനെ തന്നെ, കട്ട് ചെയ്യാതെ മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ സവാള ഇച്ചിരി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്യാതെ തൊലി കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ ഈ ഒരു സാമ്പാറിൽ ആഡ് ചെയ്യുന്നുള്ളൂ. വേറൊരു കഷ്ണങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ സവാളയൊക്കെ അരിയുന്ന സമയത്ത് കുറച്ച് വലിപ്പത്തിൽ തന്നെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അതൊരു 3 പീസോ 4 പീസോ ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട്, ഈ ഒരു പരിപ്പായതുകൊണ്ട്, നമ്മുടെ സാമ്പാർ പരിപ്പാണെങ്കിൽ ഒരു 3 വിസിലൊക്കെ വേണ്ടി വരും. ഈ ഒരു ചുമന്ന പരിപ്പായതുകൊണ്ട് ഒറ്റ വിസിൽ മതി കേട്ടോ. ഒറ്റ വിസിൽ വന്ന ഉടനെ തന്നെ കുക്കറിൻ്റെ ആ എയറൊക്കെ കളഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിന് ബാക്കിയുള്ള കൂട്ടൊക്കെ എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സാമ്പാർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ഒരു ഇച്ചിരി ഉലുവയും ഇട്ട് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സാമ്പാർ പൊടി, അതായത് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഞാൻ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന്, നമ്മൾ ഈ മൂപ്പിച്ചെടുക്കുമെന്നൊക്കെ പറയൂലേ, അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ പൊടികൾ ഇടുന്ന ഈ ഒരു ടൈമിൽ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കി വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നാക്കിയിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു റോമാണ്, ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തീ എപ്പോഴും സിമ്മിലായിരിക്കണം. എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ പരിപ്പുണ്ടല്ലോ, അത് വെള്ളത്തെ പാട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കുറുകി വന്നോളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് നമ്മളിനി 2 മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ, അത് ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വാളൻപുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടാവല്ലോ, ഇതും കൂടെ ഒഴിച്ചാൽ ഇതൊരു സാമ്പാറിൻ്റേതായിട്ടുള്ള കംപ്ലീറ്റ് ടെക്സ്ചറിൽ വരുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് പുളിവെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കുക. ലാസ്റ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം നല്ല നെയ്യ്, അതായത് പശുവിൻ നെയ്യ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടെ നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതേവരെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.